ഹായ് ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ വരിക്കച്ചക്കയാണ് കേട്ടോ. ഇത് വരിക്കാന്നും പറയും, വരിക്കയിൽ തന്നെ ചെമ്പരത്തി എന്നാണ് കേട്ടോ പറയുന്നത്. ചെമ്പരത്തി ചക്ക എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത്, കാരണം കളർ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്, വേറെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ നല്ല രീതിക്ക് ഇത് പഴുത്തിട്ടുണ്ടായിരുന്നു. പഴുത്തിട്ട് കണ്ടോ, അതിന്റെ കുരു എല്ലാം നല്ലപോലെ വേരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ കാണാതെ നിന്നൊരു ചക്കയായിരുന്നത്. അങ്ങനെ ഇന്ന് എന്തായാലും അതിനെ മുറിച്ച്. അപ്പം ഇപ്പൊ ചക്ക സീസൺ അല്ലേ, എല്ലാവരുടെയും വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടായിരിക്കല്ലേ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. നല്ല തേന്റെ മധുരമാണ് കേട്ടോ, നല്ല മധുരമുള്ള ചക്കയാണിത്. ഇത് കണ്ടോ, അതിന്റെ ചക്കക്കുരു എല്ലാം വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ താന്റെ ചക്ക എടുത്ത് ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. വേറെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ ഇവിടെ ചെമ്പരത്തി ചക്ക എന്നാണ് ഇതിനെ പറയുന്നത്. പല നാട്ടിലും പല പേരല്ലേ, എനിക്കറിയില്ല. അപ്പം ഇതാണ് കേട്ടോ ആ ചക്ക. ഞങ്ങളുടെ പ്ലാവിൽ ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പൊ നല്ല മധുരമുള്ള ചക്കയായിരുന്നു ഇത്. അങ്ങനെ ഈ ചക്ക വെച്ചിട്ട് ഞങ്ങൾ കുറെയൊക്കെ കഴിച്ച്, ബാക്കി ഞങ്ങൾ ചക്ക പായസമൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ചക്ക പായസത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ചക്ക ഇതേപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല രീതിക്ക് പഴുത്തു പോയി കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. ഒരു ചെറിയ രീതിയിൽ പഴുത്തു വന്നാലും ഞാൻ കഴിക്കുള്ളൂ. ഇതാണ് കറക്റ്റ് പരുവം. ഈ പരുവത്തിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ ചക്ക, ഞങ്ങളുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ.